എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക, അതുപോലെ തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് നടക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണ് +1ൻ്റെ പരീക്ഷാ റിസൾട്ട് വരിക, അതുപോലെ തന്നെ പരീക്ഷാ റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം, അതുപോലെ തന്നെ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക, അതിൻ്റെ രജിസ്ട്രേഷൻ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം ജൂൺ 10-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുക. ഇത് പുതുതായിട്ട് DHSC ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലാണ് വിദ്യാർത്ഥികളുടെ +1ൻ്റെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുക. വേറെ വെബ്സൈറ്റുകളിലൊന്നും നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കില്ല, ഈ ഒരു വെബ്സൈറ്റിലാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങളുടെ റിസൾട്ടുകൾ പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിച്ച ശേഷം, അതായത് ഈ ഒരു ജൂൺ മാസം തന്നെ, അതായത് ഈ ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പോൾ ജൂൺ മാസം ക്ലാസ്സുകൾ ആരംഭിച്ച് ചിലപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നതിനിടയിലൊക്കെ ആയിരിക്കും റിസൾട്ട് വരിക, ചിലപ്പോൾ അവധി ദിനങ്ങളിലൊക്കെയാണ് റിസൾട്ട് വരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജൂൺ 10-ാം തീയതിയോടെ നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷം ജൂൺ 10-ാം തീയതി ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണയും ആ ഒരു സമയത്ത് തന്നെയാണ് റിസൾട്ട് വരിക. അപ്പോൾ ജൂൺ 10-ാം തീയതിയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷാഫലം അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുക. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ HSC, VHSC, NSQF എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ +1ൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിൽ HSC എന്ന് പറയുമ്പോൾ ഹയർ സെക്കൻഡറി ആണ്, VHSC എന്ന് പറയുമ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ്. ഇവിടെ അതിൽ ഏതിൻ്റെ റിസൾട്ടാണ് അറിയേണ്ടത്, അതിന് നേരായിട്ട് ചെക്ക് റിസൾട്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും, അതുപോലെ തന്നെ ആ ഒരു സ്ക്രീനിൽ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവും. അപ്പോൾ അതുകൂടി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1ൻ്റെ പരീക്ഷ, അതായത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് +1ൽ ജയിച്ചു തോറ്റു എന്നുള്ള കാര്യമില്ല. കാരണം +2ൻ്റെ മാർക്കും +1ൻ്റെ മാർക്കും ഓവറോൾ നോക്കിയിട്ടാണ് ഒരു വിദ്യാർത്ഥി പാസ്സായിട്ടുണ്ടോ പാസ്സായിട്ടില്ലേ എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ +1 റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ തോറ്റിട്ടുണ്ടോ ജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു മിനിമം മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അതായത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൻ്റെ പരീക്ഷ ആണെങ്കിൽ അതിൽ നിങ്ങളൊരു 18 മാർക്ക്, അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു 24 മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഇരട്ടി കിട്ടുകയാണെങ്കിൽ, അതായത് ഡബിൾ പാസ് മാർക്കാവും. അതായത് +2ൽ മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ ഓവറോൾ നോക്കുമ്പോൾ ജയിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ ഡബിൾ പാസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു റിസൾട്ട് വന്ന ശേഷം പിന്നീട് നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, അപ്പോൾ ഈ ഒരു 18 അല്ലെങ്കിൽ 24 കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു ഡബിൾ പാസ് മാർക്കൊന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, +2ൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. കാരണം വിവിധ മത്സര പരീക്ഷകൾക്കൊക്കെ നിങ്ങളുടെ +1ലെ മാർക്കല്ല പരിഗണിക്കുക. അതായത് ഡിഗ്രി അഡ്മിഷനൊക്കെ +1ലെ മാർക്ക് കൂടി പരിഗണിക്കുമെങ്കിലും ഈ ഒരു നിങ്ങൾ എഞ്ചിനീയറിംഗ്, അതുപോലെ മെഡിക്കൽ ഫീൽഡുകളിലേക്കുള്ള, അതായത് നഴ്സിംഗ്, അതുപോലുള്ള വിവിധ വിഭാഗങ്ങളിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ +2ൻ്റെ മാർക്കാണ് പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ +2ന് നന്നായിട്ട് ക്ലാസ്സുകൾ ആരംഭിച്ചത് മുതൽ നന്നായിട്ട് ഡെയിലി നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ +1ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നോക്കാതെ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ +2ന് നന്നായിട്ട് നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവിധ, അതായത് MBBS, BDS ഇതുപോലെയുള്ള മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാം, അതുപോലെ നഴ്സിംഗിലേക്ക് പോകാം, ഫാർമസിയിലേക്ക് പോകാം. അതായത് ഈ ഒരു ബയോളജി സയൻസ് എടുത്തവർക്കാണ് ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനായിട്ട് പറ്റുക. ബാക്കിയുള്ളവർക്ക് ഫാർമസി, അതുപോലെ തന്നെയുള്ള, അതായത് ബാക്കിയുള്ള സയൻസ് ഗ്രൂപ്പുകാർക്ക് ഈ ഒരു ഫാർമസി അതുപോലുള്ള മേഖലയിലേക്ക് പോകും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ പോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക്, അതായത് മേഖലകളിലേക്കാണ് പോകാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, +1ന് മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് ടെൻഷനൊന്നും അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് +2ന് നന്നായിട്ട് പഠിക്കുക, കൂടുതൽ മാർക്ക് നേടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ കാര്യം. അപ്പോൾ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക 2026 മാർച്ച് മാസത്തിലെ +1 പരീക്ഷയോടൊപ്പം ആയിരിക്കും. അപ്പോൾ 2026 മാർച്ച് മാസത്തിലെ പരീക്ഷ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് +2ൻ്റെ പരീക്ഷ കൂടി നടക്കും. അപ്പോൾ അതിനിടയിലായിട്ട്, അതായത് ഒരു ദിവസം +2ൻ്റെതായിരിക്കും, അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലായിട്ട് +1ൻ്റെ പരീക്ഷ കൂടി നടക്കും. അപ്പോൾ +1ൻ്റെ പരീക്ഷയുടെ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാവുക. അതായത് നിലവിൽ ഇപ്പോൾ +1ൻ്റെ അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ +1ൻ്റെ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് നേടി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് 2026 മാർച്ചിൽ അവർക്ക് +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ നടത്തും. അതായത് മാർച്ചിലെ പരീക്ഷ നടത്തും. അപ്പോൾ ആ ഒരു പരീക്ഷയോടൊപ്പമാണ് നിങ്ങൾക്ക് +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് എപ്പോഴാണ് എന്ന് നോക്കാം. രജിസ്ട്രേഷൻ വരുന്നത്, നിങ്ങൾ ഇപ്പോൾ +1ലുള്ള വിദ്യാർത്ഥികൾ ഓൾറെഡി ഇനി അടുത്ത വർഷം +2ലേക്ക് പോകും. അപ്പോൾ +2ന് എപ്പോഴാണ് പബ്ലിക് എക്സാമിനേഷൻ്റെ പരീക്ഷ, +2ന് മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ എപ്പോഴാണ് വരുന്നത്, അതിൻ്റെ കൂടെ തന്നെയാണ് +1ൻ്റെ
ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ +1 പൊതുപരീക്ഷ അതായത് മാർച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ്റെയും രജിസ്ട്രേഷൻ വരിക. അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അത് +2 രജിസ്ട്രേഷൻ വരുന്നത് എപ്പോഴാണോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഫോം ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ കൂടി നിങ്ങൾ നൽകുകയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് ഏകദേശം ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഏത് മാസത്തിലും പ്രതീക്ഷിക്കാം. കാരണം ഗവൺമെൻറ്റിൻ്റെ അതായത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓർഡർ വരുന്നത് അനുസരിച്ചിട്ടാണ് രജിസ്ട്രേഷൻ നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷനും ഉണ്ടാവുക. അതായത് +1 +2 രജിസ്ട്രേഷൻ ഒരുമിച്ചാണ് ഒരേ സമയമാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ പരീക്ഷയ്ക്കും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരിക. ഇനി ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ആർക്കൊക്കെയാണ് ആ ഒരു സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ +1 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷനും അതുപോലെ +2 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷനും ഒക്കെ ഒരുമിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു +2 അതായത് ഇപ്പോൾ +1 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അടുത്ത വർഷം അതായത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ജൂൺ മാസം മുതൽ +2 മാറും. അപ്പോൾ അങ്ങനെ +2 മാറുന്ന സമയത്ത് നിങ്ങൾക്ക് +2 രജിസ്ട്രേഷൻ എപ്പോഴാണ് വരുന്നത് ആ ഒരു സമയത്ത് തന്നെയാണ് +1 രജിസ്ട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് 3 വിഷയം വരെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും വിഷയം ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ 3-ൽ കൂടുതൽ വിഷയം എത്ര വിഷയം ആബ്സെൻ്റ് ആയിട്ടുണ്ടോ അത് സേ ആയിട്ടും അതുപോലെ നിങ്ങൾ എഴുതിയിട്ടുള്ള 3 വിഷയം നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് ആയിട്ടും എഴുതാനായിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു പരീക്ഷകൾക്ക് മറ്റാർക്കൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ്. ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഓൾറെഡി ഇപ്പോൾ +1 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാം. +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാം. അപ്പോൾ മറ്റുള്ള ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതായത് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാകും. അതായത് ഇപ്പോൾ +2 പരീക്ഷ എഴുതിയിട്ട് അപ്പോൾ ആ ഒരു പരീക്ഷയും എഴുതി സേ പരീക്ഷ എഴുതി അതിലും ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അടുത്ത വർഷം കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലേക്ക് മാറുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ +2 പരീക്ഷ നിങ്ങൾക്ക് അതായത് ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന വിദ്യാർത്ഥികൾക്ക് +2 പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്യാൻ ആ ഒരു സമയത്ത് പറ്റും. അതായത് ഈ രജിസ്ട്രേഷനൊക്കെ ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതായത് +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ ഫോമിൽ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ കൂടി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുണ്ടാകും. അതായത് 2018 മുതൽ അതായത് 2018 17 മുതലോ ആണ് അതായത് 17 മുതൽ എന്നാണ് തോന്നുന്നത്. അപ്പോൾ 17 മുതൽ ഓരോ വർഷത്തെയും സർക്കുലറിൽ അനുസരിച്ചിട്ടാണ് ഈ രജിസ്ട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ വർഷം 2017 മുതൽ എന്നുള്ളതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വർഷം 2018 മുതൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ 2018 മുതലുള്ള അതായത് ഈ ഒരു 2018 മുതലുള്ള +2 പരീക്ഷ എഴുതി ജയിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ +2 സബ്ജക്റ്റാണ് തോറ്റതെങ്കിൽ +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. +1 പരീക്ഷയാണ് തോറ്റതെങ്കിൽ +1 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. +1 +2 രജിസ്ട്രേഷൻ അത് +1 +2 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വർഷത്തെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്താൽ മതി. കാരണം ഈ ഒരു 2017 മുതലാണ് ഈ വർഷം. അപ്പോൾ അടുത്ത വർഷം 2018 മുതലുള്ള വിദ്യാർത്ഥികൾക്കാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക. 2018 മുതൽ 2025 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ +1 തോറ്റിട്ടുള്ളത് കെമിസ്ട്രി ആണെന്ന് വിചാരിക്കാം. +2 തോറ്റത് നിങ്ങളിപ്പോൾ ബയോളജി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ +2 ബയോളജിയും അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്സും തോറ്റിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ അടുത്ത വർഷത്തെ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ടോ അല്ലെങ്കിൽ +2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ടോ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതായത് ഏതെങ്കിലും ഒരു വർഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷം കമ്പാർട്ട്മെൻറ്റ് വിഭാഗം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു +1 തോറ്റ കെമിസ്ട്രിയും അതുപോലെ തന്നെ +2 ബയോളജിയും അതുപോലെ തന്നെ +2 ഫിസിക്സ് പരീക്ഷയും നിങ്ങൾ +1 രജിസ്ട്രേഷൻ ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് +2 കൂടി രജിസ്ട്രേഷൻ ആവും. അപ്പോൾ നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഈ ഒരു 2018 മുതൽ ഇപ്പോൾ ഈ ഒരു +2 സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികൾ തോറ്റിട്ടുണ്ടെങ്കിൽ അതായത് 2025 ബാച്ച് വരെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ സബ്ജക്റ്റ് നിങ്ങൾ +1 തോറ്റിട്ടുള്ളതും +2 തോറ്റ സബ്ജക്റ്റും ഒരുമിച്ചാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ +1 രജിസ്ട്രേഷൻ ചെയ്ത സബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കലി +2 രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അതുപോലെ നിങ്ങൾ +2 മാത്രമാണ് രജിസ്ട്രേഷൻ ചെയ്തതെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷ +1 കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ +1 +2 രണ്ട് സബ്ജക്റ്റുകളും തോറ്റിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ +1 +2 തോറ്റ സബ്ജക്റ്റുകൾ ഒരുമിച്ചാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു നിങ്ങളിപ്പോൾ 3 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ 2 സബ്ജക്റ്റ് +2 ഒരു സബ്ജക്റ്റ് +1 രണ്ടും ഒരുമിച്ച് രജിസ്ട്രേഷൻ ചെയ്യുക. കാരണം അങ്ങനെയെങ്കിൽ അത് 2 വർഷത്തേക്കും രജിസ്ട്രേഷൻ ചെയ്യപ്പെടുകയും +1 പരീക്ഷ ആ ഒരു നടക്കുന്ന സമയത്ത് +1 തോറ്റ സബ്ജക്റ്റ് മാത്രം പരീക്ഷ എഴുതുക. +2 പരീക്ഷ നടക്കുന്ന സമയത്ത് +2 തോറ്റ സബ്ജക്റ്റിൻ്റെ പരീക്ഷ മാത്രം എഴുതുക. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗമാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിലവിൽ +1 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക 2026 മാർച്ച് മാസത്തിലായിരിക്കും. അതായത് +1 നിങ്ങൾക്ക് ഇപ്പോൾ +1 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ +2 രജിസ്ട്രേഷൻ പരീക്ഷ രജിസ്ട്രേഷൻ മാർച്ചിലേത് എപ്പോഴാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടിയാണ് +1 ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.